ഹലോ. അപ്പോൾ ഇന്ന് ഒരു ഈവനിങ് വ്ളോഗാന്ന് പറയാം. അതായത് എൻ്റെ ഒരു ഈവനിങ് റൊട്ടീനാണ് ഞാൻ കാണിക്കുന്നത്. സോ പതിവ് പോലെ രാത്രിയിലത്തേക്ക് വേണ്ടി അടുക്കളയിൽ കയറിയിട്ടുണ്ട്. ഞാൻ കുട്ടാസുവിനെ ഉറക്കിയിട്ടു, എന്നിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ചൂടുവെള്ളം എല്ലാം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം ഗ്യാസിൽ നിന്ന് ഇറക്കി വെച്ചു. ഒപ്പം തന്നെ ഞാൻ കടല വേവിക്കാനിട്ടായിരുന്നു. അപ്പോൾ ഇന്ന് പുട്ടും കടലയും ആക്കാമെന്ന് വിചാരിച്ചു. അവൻ എഴുന്നേൽക്കുന്നതിന് മുമ്പേ എനിക്കെല്ലാം തീർക്കണമായിരുന്നു. സോ ഷടപടേന്നെല്ലാം ഞാൻ ചെയ്യുവാണ്. പുട്ടിനുള്ള പൊടി കലക്കി വെക്കാമെന്ന് വിചാരിച്ചു. പുട്ട് നമുക്ക് ചൂടോടെയാണ് ഞാൻ എടുക്കുന്നത് തന്നെ. കലക്കി വെച്ചാൽ പിന്നെ ആ ഒരു പണി കഴിഞ്ഞല്ലോ. സോ അങ്ങനെ സാധാ അരിപ്പൊടിയാണ് ഞാനിവിടെ എടുക്കുന്നത്. പുട്ടുപൊടി പോലുമല്ല, അരിപ്പൊടി ആണ് ഇഷ്ടം. അല്ലാതെ തരി ഇപ്പോൾ കിട്ടാറുണ്ട്, അത് മനുവിന് ഇഷ്ടമേ അല്ല, കഴിക്കത്തുമില്ല. അതുകൊണ്ട് തന്നെ മേടിക്കാറില്ല. അപ്പോൾ അതേ ഞാൻ കലക്കി വെക്കുവാണ്. 2-3 ദിവസമായി വീഡിയോ എല്ലാം ഇട്ടിട്ട്. കാരണം കഴിഞ്ഞ ആഴ്ച ആ ഒരു ശിവരാത്രിയുടെ ലോങ് വീഡിയോ പിന്നെ ഞാൻ ഇട്ടിട്ടില്ല. കാരണം ശിവരാത്രിയുടെ അന്ന് ഞാൻ ഒരു വക കഴിക്കാതെ ഭയങ്കര തലകറക്കമായിരുന്നു. വീഡിയോ എല്ലാം എടുത്തായിരുന്നു, പക്ഷേ എനിക്ക് പറ്റിയില്ല ഇടാനായിട്ട്. സോ പകുതിക്ക് വെച്ച് ഇടാൻ എനിക്കൊരു മനസ്സ് വരുന്നില്ല. സോ അങ്ങനെ അങ്ങ് വിട്ടു. അപ്പോൾ ആ ഒരാഴ്ച അങ്ങനെ പോയി. അങ്ങനെയാണ് ഞാൻ ഇന്നലെ തൊട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയത്. വയ്യായ്മയുടെ കുറേ ഉണ്ട്. കാരണം ക്ലൈമറ്റ് ശരിയല്ല, രാവിലെ തണുപ്പും പിന്നെ ഭയങ്കര ചൂടുമാണ്. ഇവിടെ ഇരിക്കാൻ പോലും പറ്റത്തില്ല. എത്ര വെള്ളം കുടിച്ചാൽ പോലും മതിയാകത്തില്ല. സോ എല്ലാവരും വെള്ളം കുടിക്കുക. അസുഖങ്ങൾ വരാൻ എളുപ്പമാണ്, പക്ഷെ അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ ഭയങ്കര പാടാണ്. എല്ലാവരും മാക്സിമം വെള്ളം കുടിക്കുക. അത്രമാത്രം ചൂടാണ്, ഇരിക്കാൻ പോലും പറ്റത്തില്ല, പുറത്തിറങ്ങാനേ തോന്നത്തില്ല. അങ്ങനെ ഈ പപ്പടം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാക്കുന്നതാണ്. ഒരു ചേച്ചിയാണ് ഉണ്ടാക്കുന്നത്, എൻ്റെ അമ്മയുടെ ഫ്രണ്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ പപ്പടം. സോ ഞങ്ങൾ അങ്ങനെയാണ്. അല്ലാതെ മെഷീൻ പപ്പടം ഞങ്ങൾ മേടിക്കാറുണ്ടായിരുന്നു ഒരിടയ്ക്ക്, അതെല്ലാം നിർത്തി. ഞാനിപ്പോൾ ഈ പപ്പടമാണ്. അവർ മുളക് പപ്പടം പിന്നെ കുരുമുളക് പപ്പടം അങ്ങനെയെല്ലാം ഉണ്ടാക്കാറുണ്ട്. ചേച്ചിയുടെ വീട്ടിൽ കൊണ്ടുപോകണമെങ്കിലെല്ലാം ഞങ്ങളത് മേടിക്കാറുമുണ്ട്. അവൾക്കും ചേച്ചിക്കും ചേട്ടനും എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. സോ അത് ഇവിടെ നിന്ന് ഞങ്ങൾ മേടിച്ചു കൊണ്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ എണ്ണയില്ലായിരുന്നു. സോ എണ്ണയും ഒഴിച്ചു വെച്ചു. ഇവിടെ സ്റ്റോക്ക് കാണും. കാരണം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി മേടിക്കാൻ വയ്യാത്തതുകൊണ്ട് എല്ലാ മാസം ചില വീടുകളിൽ അപ്പോൾ പോയി മേടിക്കുന്നതാണ്. പക്ഷെ ഞാനങ്ങനെ ചെയ്യാറില്ല. അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു, അത് നിർത്തി. ഇപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ കടലക്കറിക്കുള്ള അരപ്പ് തയ്യാറാക്കുവാണ്. തേങ്ങ അരച്ചിട്ടാണ് ഞാനിവിടെ കടലക്കറി വെക്കുന്നത്. ആദ്യം എല്ലാം തേങ്ങ വറുത്തരയ്ക്കാതെയാണ് വെച്ചുകൊണ്ടിരുന്നത്. പക്ഷേ തേങ്ങ വറുത്തരച്ച് തന്നെ ചെയ്യണം. അടിപൊളി ടേസ്റ്റാണ് കടലക്കറിക്ക് തന്നെ. സോ തേങ്ങ വറുത്തരച്ച് വെക്കാനായിട്ട് തേങ്ങ, പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി വേണമെങ്കിൽ ഇടാം. ഞാനിപ്പോൾ വെളുത്തുള്ളി വേവിക്കാനായിട്ട് ഇട്ടായിരുന്നു. കടലയും സവാളയും വെളുത്തുള്ളിയും കൂടിയാണ് വേവിച്ചെടുത്തത്. സോ അരപ്പിന് ഞാൻ വെളുത്തുള്ളി ഇടുന്നില്ല, ഇഞ്ചി വേണമെങ്കിൽ ചേർക്കാം. പിന്നെ നമ്മുടെ വറ്റൽമുളക്, കുരുമുളക്, പിന്നെ നമ്മുടെ ജീരകം, അതും കൂടിയാണ് തേങ്ങ വറുത്തെടുക്കുന്നത്. ഇപ്പറയുന്നത് ഞാൻ പപ്പടം വറക്കാൻ വെച്ചിട്ട് വെള്ളി വീഴുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്, എന്താണെന്നൊന്നും അറിയത്തില്ല. സോ അങ്ങനെ ഈ ഒരു ഹാക്ക് ഞാൻ റീൽസിൽ കണ്ടതാണ്. നമ്മുടെ ഫോർക്കിൻ്റെ ഇടയ്ക്ക് പപ്പടം വെച്ചിട്ട് അത് കുറച്ചിതിനെല്ലാം കുഴപ്പമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പക്ഷെ ഭയങ്കര പാടാണ്. ഇല്ലെങ്കിൽ 2 ഫോർക്ക് ഇങ്ങനെ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ ഒരു ഫോർക്ക് കൊണ്ട് ചെയ്താൽ നമ്മുടെ ടൈം ഭയങ്കരമായിട്ട് പോവും. സോ ഒന്ന് ഞാൻ ട്രൈ ചെയ്തതാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷിക്കാൻ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ പിന്നെ ഒരെണ്ണം വറുത്തതിന് ശേഷം സാധാരണ പോലെ വറുത്തെടുക്കുമായിരുന്നു. പപ്പടം എങ്ങനെയാണ്, വറുക്കുവാണോ പൊരിക്കുവാണോ? സോറി, എനിക്ക് പിടിയില്ല, തിരിഞ്ഞു പോകും ഞാൻ പറഞ്ഞാൽ. പപ്പടം വറുത്തെടുക്കുകയെന്ന് തന്നെയാണെന്ന് തോന്നുന്നു പറയുന്നത്. യെസ്, ചിലപ്പം പറയും പൊരിച്ചെടുക്കുകയെന്ന് പറയും. പപ്പടം പൊരിക്കൽ, എന്തെങ്കിലുമൊക്കെ ആകട്ടെ. പപ്പടം വെള്ളി വീണോണ്ടേ ഇരിക്കുവാണ് ഗൈസ്. പപ്പടം പൊരിച്ചെടുക്കുവാണ്, അല്ല വറുത്തെടുക്കുവാണ്. പപ്പടം പൊരിച്ചല്ല, വറുത്തെടുക്കുവാണ്. സോ
അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേ ഇപ്പറേ ഞാൻ ഇളക്കിയും കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് സ്പൂൺ ചൂടാവുന്നുണ്ട്. എനിക്ക് ദേഷ്യം വരുന്നു. എനിക്ക് എൻ്റെ തന്നെ ദേഹം നോവുകയാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. അദ്ദേഹം വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പപ്പടം അടച്ചും വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് കുട്ടാസ് എഴുന്നേറ്റു ഗായ്സ്. യെസ്, അവനെ ആട്ടണം. അപ്പോഴാണ് ഇൻസ്റ്റാഗ്രാം പേജായ നമ്മുടെ യൂബേ എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഒരു കൊറിയർ വന്നായിരുന്നു. സോ അത് പൊട്ടിക്കുവാണ് ഞാൻ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇടാമെന്ന് വിചാരിച്ചു. അടിപൊളി കമ്മലാണ് കേട്ടോ. കമ്മൽ, പിന്നെ നോസ്പിൻ, ഇയർ കഫ്സ് ഒരെണ്ണം എനിക്ക് വേണമെന്നുണ്ട്. കാരണം നമ്മുടെ ഇയറിൻ്റെ പുറകേലായിട്ട് വരുന്നതാണത്. അത് ഇവരുടെ കയ്യിലുണ്ട്, പക്ഷേ സോൾഡ് ഔട്ടാണ്. അപ്പോൾ എൻ്റെ ചേച്ചി എനിക്ക് ഫോട്ടോ അയച്ചു തന്നിട്ട് ഇതെവിടെയെങ്കിലും കിട്ടുമോ എന്ന് നോക്കാൻ പറഞ്ഞായിരുന്നു. സോ ഞാൻ തപ്പി കണ്ടുപിടിച്ചായിരുന്നു. സോൾഡ് ഔട്ടാണ്. എങ്ങനെയായാലും ഞാനത് മേടിച്ചിരിക്കും. ഇതാണ് ഇതിൽ ഇങ്ങനെ കാദംബരി എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയായിരുന്നു അത് കാണാൻ തന്നെ. സോ അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ലിപ്സ്റ്റിക് ഇട്ടില്ല എന്നുള്ള കാര്യം. എന്ത് വീഡിയോ എടുക്കുകയാണെങ്കിലും എൻ്റെ മുഖം കാണുന്ന രീതിക്കാണെങ്കിൽ എനിക്ക് ലിപ്സ്റ്റിക് ഇട്ടില്ലെങ്കിൽ എനിക്കൊരു കോൺഫിഡൻസേ വരാറില്ല. അതെല്ലാ പെൺപിള്ളേർക്കും ഇപ്പോഴത്തെ ഉള്ളതാണെന്ന് തോന്നി. ലിപ്സ്റ്റിക് ഇടാതെ ഒരാൾ പോലും പുറത്തിറങ്ങാറില്ല എന്നുള്ളത്. എൻ്റെ ഒരു കസിൻ, അവളെ ഞാൻ എൻ്റെ ദൈവമേ, അവളെ പറഞ്ഞ് ഞാൻ അവൾ ലൈറ്റ് ഷെയ്ഡായിരുന്നു, ഇപ്പം ഡാർക്ക് ഷെയ്ഡാക്കി. കാരണം ഡാർക്ക് ഷെയ്ഡ് ഇട്ടാലും നമ്മുടെ സ്കിൻ ഒന്നും കൂടി ബ്രൈറ്റായിട്ട് കാണിക്കും. സോ നിങ്ങളൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത്, ഇല്ലെങ്കിൽ ഒന്ന് അതെ ട്രൈ ചെയ്യണം. ഇത് രണ്ടാമത്തെ ഒരു ജുംക്കയാണ്. അടിപൊളിയായിട്ടുണ്ട്. വലിയ വെയിറ്റൊന്നുമില്ല, പക്ഷെ നല്ല സാധനമാണ്. ഇങ്ങനെ ഗ്ലിന്നാവുന്നുണ്ടായിരുന്നു. നല്ല കിലുക്കമായിരുന്നു അതിന് കാണാൻ തന്നെ. ഇതെനിക്ക് ഇട്ടപ്പോൾ തന്നെ ഒരു എന്താ പണ്ടത്തെ ഉമ്മാമാരിടുമല്ലോ വലിയ ജിമുക്കായിട്ട്, എനിക്ക് എന്നെ അങ്ങനെയാണ് തോന്നിയത്. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ മുടി കെട്ടിയത് ആണ് ഞാൻ കാണിക്കുന്നത്. 2 ദിവസമായിട്ട് എനിക്ക് നീളം വെച്ചതിൻ്റെ ഇച്ചിരി ഒരു അഹങ്കാരമുണ്ട്. ഞാൻ വെട്ടാൻ പോകുമായിരുന്നു. അപ്പോൾ എനിക്കിതിൻ്റെ നീളം കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇങ്ങനെ ഗുഞ്ചലെല്ലാം ഇടുമ്പോഴേ നമ്മുടെ ഡാൻസിൻ്റെ ആ ഒരു സ്റ്റൈൽ വരത്തില്ല. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ 2 ദിവസമായിട്ട് ഇങ്ങനെ മുടി മെടഞ്ഞാണ് ഇടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കമ്മൽ. ഇതാണ് ഒരു നാലാമത്തെ ആണോ ഇത്? യെസ്, മൂന്നാമത്തെ കമ്മലാണ്. ഇത് ഹൂപ്സാണ്. ഇതിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ ഫ്ലവറെല്ലാം ആയിട്ട് ഇങ്ങനെ ഡിസൈൻ, അപ്പുറേ സൈഡ് പ്ലെയിനും ആയിട്ടുള്ളതാണ്. കാരണം ഈ ഇടുമ്പോൾ കാണുന്ന ഭാഗമാണ് ഫ്ലവറായിട്ടുള്ളത്, അല്ലാതെ ഇപ്പുറത്തെ ഭാഗം നമ്മുടെ പ്ലെയിൻ ആയിട്ട് വരുന്നതാണ്. കണ്ടോ, ഇപ്പറേ പ്ലെയിൻ, അപ്പറേ നമ്മുടെ ഫ്ലവർ പോലെ. നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മുടെ ചിക്കൻ കറി ഇന്നെല്ലാം മേടിച്ച് ഞാൻ ചിക്കൻ കറിയുടെ കൂടെ എല്ലാം ഇടാനായിട്ടാണ് ഞാൻ ഇതെല്ലാം മേടിച്ചിരിക്കുന്നത്. പിന്നെ നാലാമത്തെ എന്ന് പറഞ്ഞാൽ ഒരു മിററിൻ്റെ ആണ്. മിറർ വന്നിട്ട് ഇങ്ങനെ പെറ്റൽസ് പോലെ സൈഡിൽ നല്ല ഭംഗിയുണ്ട്, ക്വാളിറ്റി ഉണ്ട്. പിന്നെ അവർ തന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ആണി ഉണ്ടല്ലോ, നമ്മുടെ കമ്മലിൻ്റെ ആണി, അത് തന്നിട്ടുണ്ട് 3 കമ്മലിന്. ഇതിങ്ങനെ തൂക്കിയിടുന്നതായതുകൊണ്ട് അതിനില്ല. അല്ലാതെ 3 സ്റ്റഡിനും അവരിങ്ങനെ 3 പെയർ തന്നിട്ടുണ്ടായിരുന്നു. അതെനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ അവരുടെ പേജ് ഒന്ന് ചെക്ക് ചെയ്ത്, ആ യൂബേ എന്നാണ് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ നെയിം. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ കൂടെ കുട്ടാസിനെ ഞാൻ ഉറക്കുന്നുണ്ട്. അപ്പോൾ അതാണ്, അതിൻ്റെ കൂടെയാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. അവൻ ഉറങ്ങിയല്ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുക്കളയിലോട്ട് പോയപ്പോഴാണ് ആശാൻ എഴുന്നേറ്റിരിക്കുന്നു. യെസ്. പിന്നെ ഞാൻ അവനെ സമാധാനിപ്പിച്ച് പാലെല്ലാം കൊടുത്ത് അവിടെ കിടത്തി നമ്മുടെ ബാക്കി കടലക്കറിയെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഞാൻ വറുത്ത് വെച്ചിട്ട് പോയത് ഇപ്പോൾ തണുത്തത് കൊണ്ട് ഞാൻ മിക്സിയിലിട്ട് അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അത് അടിച്ചെടുക്കുവാണ്. അപ്പുറേ അവൻ കിടപ്പുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവൻ ഇങ്ങനെ ആന്നെല്ലാം വെക്കുന്നുണ്ട്. ഞാൻ അതെല്ലാം മൈൻഡാക്കാതെ വിടുവാണ്. കാരണം ഞങ്ങളൊന്ന് തൊട്ടാൽ കഴിഞ്ഞു. ഞങ്ങളൊന്ന് തൊട്ടാൽ മതി, പിന്നെ ഞങ്ങളവനെ എടുത്തേ പറ്റത്തുള്ളൂ. സോ ഞാൻ അവൻ്റെ അടുത്ത് മാക്സിമം മിണ്ടിക്കൊണ്ടാണ് ഞാൻ അവിടെ ഇരിക്കുന്നത്. അങ്ങനെ തന്നെ ഞാൻ നമ്മുടെ കടലക്കറി ആക്കാമെന്ന് വിചാരിച്ചു. ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചു. നമ്മുടെ പപ്പടം എന്തിനാണോ ഞാൻ പറയുന്നത് എനിക്കറിയത്തില്ല.
വറുത്ത എണ്ണ. ഇത് ഞാനിങ്ങനെ സ്ലോയിൽ പറയേണ്ടി വരും. യെസ്, പപ്പടം വറുത്ത എണ്ണ ആണ് ഞാൻ ഒഴിച്ചത്. അപ്പോൾ അത് വേസ്റ്റ് ആവത്തില്ലല്ലോ. അങ്ങനെ പപ്പടം വറുത്ത എണ്ണയല്ല ഞാനിങ്ങനെ കടുക് വറുക്കാനായിട്ടാണ് എടുക്കുന്നത്. ഇല്ലെങ്കിൽ പിന്നെയും നമ്മുടെ പപ്പടം വറുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ പൊടി വന്ന് അടിഞ്ഞ് ചീത്തയാവുമല്ലോ എണ്ണ. സോ അപ്പം തന്നെ ഞാൻ എടുക്കാറുണ്ട്. കൂടുതൽ മസാലകളൊന്നും ഞാൻ ചേർക്കത്തില്ല. മല്ലിപ്പൊടിയും കുറച്ച് നമ്മുടെ മീറ്റ് മസാല, കിച്ചൺ ട്രഷേഴ്സിൻ്റെ മീറ്റ് മസാലയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഫ്ലേവർഫുള്ളാണ്. കുത്തലൊന്നുമില്ല ആ ഒരു പൊടിക്ക്. സോ അതാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ ഉണ്ടായിരുന്ന ഇച്ചിരി കടലയും കൂടി ഞാൻ അരച്ച് ചേർക്കാറുണ്ട്. കാരണം നമ്മുടെ കടലക്കറി ഒന്ന് തിക്നെസ് ആവാൻ വേണ്ടി. സോ അപ്പോൾ എൻ്റെ കടലക്കറിയെല്ലാം കഴിഞ്ഞു. ഞാൻ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് ഞാൻ എടുക്കാറുണ്ട്. പുട്ട് ഞാൻ വന്ന് കഴിഞ്ഞിട്ടേ ഞാൻ ചെയ്യാറുള്ളൂ. ഇപ്പം തന്നെ 6 മണിയായി. ഇനി കുറച്ച് പാത്രങ്ങളുണ്ട് കഴുകാനായിട്ട്. ഞാൻ ഈ അപ്പറയെല്ലാം കൊണ്ടുപോയി വെക്കുന്നത് വർക്ക് ഏരിയയിലാണ് ഞാനിട്ട് കഴുകുന്നത്. കാരണം ഇവിടെ ഓൾറെഡി അലങ്കോലമാകും. അല്ലെങ്കിൽ ഞാൻ കുക്കിംഗ് ചെയ്യാൻ കയറിയാൽ എനിക്ക് ആദ്യമൊന്നും ഭയങ്കര വൃത്തിയേ കാണത്തില്ല. കാരണം ഇങ്ങനെ കൂട്ടിയിട്ടാണ് ഞാൻ എല്ലാം ഇടുന്നത്. നിങ്ങൾക്ക് കണ്ടാലേ അറിയാൻ പറ്റും. പിന്നെയാണ് ഞാൻ ജസ്റ്റ് നന്നായിട്ട് എല്ലാം ഒതുക്കി ക്ലിയർ ചെയ്ത് വിടുന്നത്. ചിലവരങ്ങനെയല്ല, ഭയങ്കരമായിട്ട് നീറ്റാക്കി കൊണ്ടുപോകും. പക്ഷെ ഞാൻ അങ്ങനെയല്ല. എല്ലാം കൂടി ഇട്ടിട്ട് പിന്നെയാണ് ഞാൻ പതുക്കെ ഇരുന്ന് ക്ലീൻ ചെയ്യും. എനിക്കിപ്പോൾ സമയമില്ലാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. കാരണം അങ്ങനെയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ആ ഒരു ടൈമിൽ എൻ്റെ ആര് വന്നിട്ടുണ്ട്, ട്യൂഷൻ കഴിഞ്ഞ് വന്നു. അപ്പോൾ അവൻ്റെ അടുത്ത് നോക്കാൻ പറഞ്ഞാൽ അവൻ നോക്കിക്കോളും, കുഴപ്പമൊന്നുമില്ല. അവനെ കളിപ്പിച്ച് അങ്ങനെ എല്ലാം ഇരിക്കും. ആര് പാവം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൻ. എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച് പറയാൻ. പക്ഷേ ഭയങ്കര ചട്ടമ്പിയാണ്, അത് വേറെ കാര്യം. ഭയങ്കര ചട്ടമ്പിത്തരമെന്ന് പറഞ്ഞാൽ ഭയങ്കര ചട്ടമ്പിത്തരമാണ്. പാവമാണ് ആൾ, ഭയങ്കര സ്നേഹമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഞാൻ അവിടെ എല്ലാം ക്ലീൻ ചെയ്തിടുവാണ്. കുറച്ച് കടലക്കറിയെല്ലാം താഴെ വീണിട്ടുണ്ട് ഗൈസ്. കാരണം ഇവനെ എടുത്തായിരുന്നെന്ന് തോന്നുന്നു ഞാൻ ചെയ്തത്. എനിക്ക് ഓർമ്മയില്ല ഇപ്പോൾ, അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. സോ അങ്ങനെ കുറച്ച് കടലക്കറിയെല്ലാം താഴെ പോയി, കുറച്ച് തുള്ളി. അപ്പോൾ അങ്ങനെ അതെല്ലാം തുടച്ച് എല്ലാം ഞാൻ ഇട്ട് കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് പാത്രം കഴുകാനാണ്. സോ ഞാൻ എല്ലാം വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതേ ആരുടെ ലഞ്ച് ബോക്സും അവൻ കൊണ്ടു തന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ആകാംക്ഷയാണ് ആരുടെ ലഞ്ച് ബോക്സ് തുറക്കാൻ. കാരണം എന്ത് കഴിച്ചു എന്ത് കഴിച്ചില്ല എന്നുള്ളത്. ഞാൻ ഈന്തപ്പഴം കൊടുത്തായിരുന്നു സ്നാക്സിന്. 2-3 എണ്ണം കഴിക്കും, അതുപോലെ അങ്ങ് കളയും. പിന്നെ ചോറെല്ലാം ചിലപ്പോൾ ഇഷ്ടമുള്ളതാണെങ്കിൽ ഒന്നും കുഴപ്പമൊന്നുമില്ല അവന്. അല്ലാത്ത പക്ഷമാണെങ്കിൽ അയ്യോ, അവനെ കഴിപ്പിക്കാൻ പെടുന്ന പാട് എനിക്ക് ഭയങ്കര പാടാണ്. ഭയങ്കര ആൾ അങ്ങനെ ഇങ്ങനെയൊന്നും കഴിക്കത്തില്ല. സോ ഞാനവിടെ നേരത്തെ കഴുകി വെച്ച പാത്രങ്ങളെല്ലാം നേരെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം അങ്ങോട്ടെടുത്ത് തിരിച്ച് വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എളുപ്പം എടുക്കാൻ പറ്റത്തുള്ളൂ. സോ ഞാൻ കഴുകാൻ കുറച്ച് അധികം പാത്രങ്ങളുണ്ടായിരുന്നു. സോ അതെല്ലാം ഞാൻ കഴുകി വെക്കുവാണ്. ഇതിനിടയ്ക്ക് ആരും എല്ലാം അമ്മ അവനങ്ങനെ ചെയ്യുന്നുണ്ട്, അമ്മ അവനിങ്ങനെ ചെയ്തുകൊണ്ടെന്നെല്ലാം വന്ന് പറയുന്നുണ്ട്. അതെല്ലാം ഞാൻ ഓക്കെ, നീ ഒന്ന് നോക്ക്, ഇത് കഴിഞ്ഞിട്ട് വേണം ഞാൻ അമ്പലത്തിൽ പോകാനെന്നെല്ലാം വന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് അവൻ കുപ്പിയെല്ലാം തരാൻ വരുന്നുണ്ട്. കാരണം അവനെ നോക്കാൻ വയ്യാത്ത ആ ഒരു ഇതാണ് കേട്ടോ. കാരണം അവനും കുഞ്ഞല്ലേ, അവനും കളിക്കേണ്ട ആ ഒരു സമയമാണ്. ഞാൻ അവൻ്റെ കാല് പിടിക്കുക, ഒന്ന് നോക്കടാ എടാ പ്ലീസ്, ഞാൻ എളുപ്പം തന്നെ എല്ലാം ചെയ്തിട്ട് വരാമെന്നാണ് അവൻ്റെ അടുത്ത് പറയുന്നത്. എന്നാലും പാവം നോക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അമ്മ പറഞ്ഞത് തട്ടിക്കളയണ്ടല്ലോ എന്ന് പറഞ്ഞ് അവൻ നോക്കും. അനുസരണ ഉള്ളവനാണ്, പക്ഷേ ചിലപ്പോഴെല്ലാം ഒട്ടും അനുസരണയില്ല എൻ്റെ ആരുവിന്. സോ 7-ാം തീയതി അവന് പരീക്ഷ തുടങ്ങുവാണ്. അതിൻ്റെ എല്ലാം ഒരു പ്രഷറും അവനുണ്ട്, പഠിക്കുക എന്നുള്ളത്. ഞാൻ വീട്ടിൽ വന്നാലൊന്നും പഠിക്കാൻ പറയാറില്ല. ട്യൂഷന് തന്നെ ഇപ്പോൾ ട്യൂഷൻ വിടുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ആൾ നല്ല പോലെ എല്ലാം പഠിക്കുന്നുണ്ട്. കാരണം എനിക്ക് നോക്കാൻ വയ്യാത്തത് കൊണ്ടാണോ അതോ എൻ്റെ അടുത്ത് അവൻ്റെ എല്ലാ വിളച്ചിലും നടക്കും എന്നുള്ളത് കൊണ്ടാണോന്നും അറിയത്തില്ല. എൻ്റെ അടുത്ത് ഇരുന്ന് പഠിക്കാറേ ഇല്ലായിരുന്നു. ട്യൂഷന് പോകുന്നതുകൊണ്ട് എല്ലാം പഠിക്കുന്നുമുണ്ട്. സോ ഞാൻ അപ്പുറം നേരെ വെച്ച പാത്രങ്ങളെല്ലാം എടുത്ത് ഞാൻ തിരികെ വെക്കുവാണ്. ഈ ഒരു ജോലി എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു ജോലിയാണ്, എന്നാലും ചെയ്യണമല്ലോ. അങ്ങനെ
ഇപ്പം എനിക്ക് ജോലി ചെയ്യാൻ ഭയങ്കര മടിയാണ് കേട്ടോ. കുട്ടാസ് ഉള്ളതുകൊണ്ടാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഭയങ്കര മടിയാന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരി നേരം കിട്ടിയാൽ ഞാൻ ചുമ്മാ ഇങ്ങനെ മലന്ന് കിടക്കും. അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. ഇതെല്ലാം ഞാനെങ്ങനെയെല്ലാം എടുത്ത് വെച്ചു. ബാക്കിയെല്ലാം പൂട്ടിയും വെച്ചു. ഇനി പോകാൻ പോകുന്നത് അതിന് മുമ്പ് വേസ്റ്റ് ഉണ്ടായിരുന്നു. വേസ്റ്റ് ആ ഒരു മാവിൻ ചോട്ടിലാണ് കൊണ്ടിടുന്നത്. പിന്നെ ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ മനു അവിടെ തീയിട്ടോളും, അതുകൊണ്ട് കുഴപ്പമില്ല. ഭയങ്കര വെയിലാണ്. ഇങ്ങനെ ഒരു പുല്ല് പോലും കിളിക്കാതെ ഇങ്ങനെ ഇരിക്കുന്നത്. ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലാണ്, ഭയങ്കര ചൂടാണ് ഇവിടെ. ഈ ഒരു സമയം ഞങ്ങൾ ഡ്രസ്സ് ഇട്ടിട്ട് പോകാൻ പോകുന്നത് അമ്പലത്തിലോട്ടാണ്. ഈ ഒരു സമയം മാത്രമേ എനിക്കിങ്ങനെ ഫ്രണ്ട്സിനോടും എല്ലാം മിണ്ടാൻ പറ്റുന്ന ഒരു ഇതാണ്. ആരുടെ ടൈമിലും ഞാൻ അമ്പലത്തിൽ പോകാറുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ ആ ടൈമിൽ പോയിക്കൊണ്ടിരുന്നത് 8 മണിയുടെ ദീപാരാധനയുടെ ആ ഒരു ടൈമിലാണ്. അപ്പം ഞങ്ങൾ എൻ്റെ കസിനും എല്ലാം കാണും. ഇപ്പോൾ ദീപാരാധനയുടെ സമയത്ത് ആരും ഇല്ല. അപ്പം ഈ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് കാണും അവിടെ, സൂര്യ. സോ അവൾ മോനെയും കൊണ്ട് അവിടെ കളിപ്പിക്കാനായിട്ട് വരുന്നതാണ്. അപ്പം ഇവിടെ നിന്ന് ഞാൻ പോകും. അപ്പം നമ്മളും ചില്ലടിച്ചിരിക്കുമല്ലോ. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. സോ എളുപ്പം തന്നെ. ഇവൻ കിടക്കത്തേ ഇല്ല കേട്ടോ താഴെ. പിന്നെ ഞാൻ മേളിൽ നമ്മുടെ വാഷിംഗ് മെഷീനിൽ തുണിയെല്ലാം ഇട്ടായിരുന്നു. വൈകുന്നേരമായി തുണിയെല്ലാം അലക്കാനായിട്ട്. അതെല്ലാം വെള്ളം കളഞ്ഞിട്ട് ഞാൻ പിന്നെ നമ്മുടെ മുടിയെല്ലാം കെട്ടി അമ്പലത്തിലോട്ടാണ് പോകുന്നത്. ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര കരച്ചിലാണ്. ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണുമ്പോൾ എന്തുവാണെന്നറിയത്തില്ല, അവനെന്ത് പറ്റുന്നൊന്നും അറിയത്തില്ല. ഞാൻ അവനെ കൊണ്ടുപോകാതെ പോകുമെന്നുള്ള ചിന്തയാണോ എന്നറിയത്തില്ല. അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്കെല്ലാം ഇട്ടിട്ടാണ് പോകുന്നത്. നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ, അമ്പലത്തിൽ പോകണമെങ്കിൽ പോലും ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടേ പോകത്തുള്ളൂ. ഒരു കടയിൽ പോവുകയാണെങ്കിൽ പോലും ഞാൻ ലിപ്സ്റ്റിക്ക് ഇടാതെ ഇറങ്ങാറേ ഇല്ല. ഇങ്ങനെ ചുമ്മാ ഒന്ന് വാരിയാണ് ഞാൻ കെട്ടുന്നത്. കാരണം അവനെനിക്ക് കെട്ടാനൊന്നും തരുന്നൊന്നുമില്ല. അതിനിടയ്ക്ക് ഞാൻ കണ്ണെഴുതുന്നുണ്ട്, എന്നെ നോക്കി കരയുന്നുണ്ട് അവൻ. അപ്പോൾ ആരുടെടുത്ത വിളക്ക് കത്തിക്കാൻ പറഞ്ഞായിരുന്നു. എന്നിട്ടാണ് ഞാൻ ഡ്രസ്സ് ചെയ്യാൻ വന്നത്. പാവം, അവനെല്ലാം വിളക്കെല്ലാം കത്തിച്ച് ആ ഒരു സമയം കൊണ്ട് മനു വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇറങ്ങുവാണ്. മനു വീഡിയോ എടുക്കുന്നതുകൊണ്ടാണോ എന്നറിയത്തില്ല, അറിയാതെ വന്നതാണ്. ചെറിയ മഴക്കാറുണ്ടായിരുന്നു, വീഡിയോയിലൊന്നും കാണുന്നില്ല. അപ്പം ഞാൻ ആരോടുത്ത കുട എടുക്കാൻ പറഞ്ഞു. എന്തായാലും നനഞ്ഞ് വരണ്ടല്ലോ എന്ന് പറഞ്ഞത് ഞങ്ങൾ അമ്പല നടയിലെത്തി. ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞാൽ അമ്പലത്തിൻ്റെ തെക്ക് വശമാണ്. അവിടെ നിന്ന് നേരെ കിഴക്കോട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ കിഴക്ക് വശത്തോട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ അമ്പലം. ശ്രീ ലക്ഷ്മി നരസിംഹായ നമഃ, അതാന്ന് തോന്നുന്നു എഴുതിയിരിക്കുന്നത്. അവനാണ് എൻ്റെ ഫ്രണ്ട് സൂര്യയുടെ മോൻ. അപ്പോൾ ആരും അവനുമായിട്ട് കളിച്ചോളും, കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ ഇടയ്ക്ക് കുട്ടാസുവിനെ ആരും എടുത്തോണ്ടും പോയി. അവനെ ജസ്റ്റ് ഒന്ന് കറക്കാൻ വേണ്ടി. പിന്നെ അവിടെ കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് മിണ്ടിയും പറഞ്ഞും എല്ലാം ഇരിക്കും. ആരും അവനെ നോക്കും. അവന് ഭയങ്കര ഇഷ്ടമാണ്. പിള്ളേരൊന്നും അങ്ങനെ ഉപദ്രവിക്കാത്തൊരു ആളാണ്. ആരും പറഞ്ഞാലെല്ലാം കേൾക്കും. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴത്തേനും അമ്മ ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അവന് ഫുഡെല്ലാം കൊടുത്തായിരുന്നു. ഇല്ലെങ്കിൽ അവൻ ബഹളമാവും എന്നുള്ളത് കൊണ്ട് അവന് ഫുഡെല്ലാം കൊടുത്ത് അവനെ അമ്മയുടെ കയ്യിൽ കൊടുത്തു. പിന്നെ ഞാൻ നേരെ പുട്ട് വെക്കാൻ പോയി. കാരണം ഇനി താമസിപ്പിച്ചാൽ മനു എന്നെ വെച്ചേക്കത്തില്ലാത്തതുകൊണ്ട് ഇപ്പം തന്നെ 8 മണിയാവുന്നു. സാധാരണ അമ്പലത്തിൽ പോയാൽ ഞാൻ താമസിച്ചാണ് വരുന്നത്. സോ അതുകൊണ്ട് പകുതി ജോലിയും ചെയ്ത് വെച്ചിട്ടേ ഞാൻ പോകാറുള്ളൂ. അപ്പോൾ പുട്ടെല്ലാം വെച്ച് കഴിഞ്ഞു. പാത്രവും കഴുകാനുള്ളത് കഴുകി എല്ലാം വെച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ എന്തും ചെയ്യാറ്. അപ്പോൾ സമാധാനത്തോടെ ഇരിക്കാമല്ലോ. അപ്പോൾ പുട്ടെല്ലാം വെച്ച് കഴിഞ്ഞ് ഞാൻ തൂത്തും തുടച്ചില്ല കേട്ടോ, തൂത്തായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് മനു എല്ലാം എൻ്റെ അടുത്ത് മിണ്ടാൻ വരുന്നുണ്ട്. എന്തുവാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. എന്തെങ്കിലും ജോലിയുടെ ഇടയ്ക്കായിരിക്കും ഇങ്ങനെ മനു എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തെങ്കിലുമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. സോ അങ്ങനെ അപ്പോൾ പുട്ടെല്ലാം വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാം തൂത്തും തുടച്ചും എല്ലാം ആക്കി. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ടാണ് പോയത്. ഞാനും ആരും മാത്രമേ ആദ്യം കഴിച്ചുള്ളൂ. അമ്മ എല്ലാം പിന്നെയാണ് കഴിച്ചത്. എനിക്ക് വിശക്കും, കാരണം
ഭയങ്കര വിശപ്പുള്ള ആളാണ് ഞാൻ. അപ്പോൾ ഞാൻ എടുത്താൽ ആരുവിനും കൊടുക്കാറുണ്ട്. കാരണം ഇല്ലെങ്കിൽ അവൻ ചുമ്മാ അമ്മ നമ്മുടെ ഫുഡ് കഴിയുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അവനും കൊടുക്കാറുണ്ട്, ഞാനും എടുക്കാറുണ്ട്. ആർക്ക് കൊടുക്കുകയാണെങ്കിലും, മനുവിന് കൊടുക്കുകയാണെങ്കിലും ആരുവിന് ഞാൻ എടുക്കുകയാണെങ്കിലും ആരുവിന് ഞാൻ കൊടുക്കാറുണ്ട്. ഫസ്റ്റ് അവനാണ് കൊടുക്കുന്നത്. പിന്നെ അവന് തോന്നരുതല്ലോ എനിക്ക് സെക്കൻഡാണെന്നുള്ളത്. ചിലപ്പോൾ അങ്ങനെയുണ്ട്, ഞാൻ അപ്പയ്ക്ക് മാത്രമേ ഞാൻ ചെയ്ത് കൊടുക്കാറുള്ളൂ, അവനൊന്നും ഞാൻ ചെയ്ത് കൊടുക്കാറില്ല എന്നുള്ളൊരു ചിന്ത അവനുണ്ട്. എന്ത് കൊടുത്താലും അവന് വേണ്ട. സോ അങ്ങനെയാണ്. പിന്നെ എനിക്കും കഴിക്കാനായിട്ട് എടുത്ത് ടി വിയുടെ മുമ്പിലിരുന്നാണ് ഞാൻ കഴിക്കുന്നത്. പിന്നെ ആരുടെ ഹോംവർക്കെല്ലാം കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ടി വി കൊടുക്കത്തുള്ളൂ എന്ന് ഞാനും പറയാറുണ്ട്. ഫോൺ പരമാവധി എന്നല്ല, ആരും കൊടുക്കാറേ ഇല്ല. അതിന് പകരമാണ് ടി വി നോക്കിയോ കുഴപ്പമില്ല, ടി വി നമുക്ക് എപ്പോൾ വേണേലും ഓഫ് ചെയ്യാം, അങ്ങനെയാണ്. പക്ഷെ നമ്മുടെ ഫോണാണെങ്കിൽ പിള്ളേർ ഭയങ്കര അഡിക്റ്റാണ്. എൻ്റെ ആരും ഭയങ്കര അഡിക്റ്റായിരുന്നു ഒരിടയ്ക്ക് തന്നെ. ഞങ്ങൾ കഴിക്കാനായിട്ട് ഇരിക്കുവാണ്. പിന്നെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ തൂത്തെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കിടന്നുറങ്ങുമായിരുന്നു. നേരം 9:30 10 മണിയെല്ലാം ആയി. അപ്പം മനു ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ പുറത്തെല്ലാം നടന്നിട്ട് വരും. അങ്ങനെ വീടിൻ്റെ അടുത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടെല്ലാം മിണ്ടിയിട്ട് വരും, ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം. ഇല്ലെങ്കിൽ പുള്ളിക്കാരനിങ്ങനെ ആ ഒരു പറമ്പ് ഫുള്ള് ഉലാത്തിക്കൊണ്ടേയിരിക്കും. അകത്തിരിക്കാൻ ഇഷ്ടമല്ലാത്ത ഒരാളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ ബൈ.